അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ദുബായിലേക്കാണ്, ഇലക്ട്രീഷ്യൻസ്. അപ്പം അതിലേക്ക് വന്നിരിക്കുന്നത് സാലറി എന്ന് പറയുന്നത് 1500 മുതൽ 2200 ദർഹംസാണ് സാലറി അറിയുന്നത്. പിന്നെ വന്നിരിക്കുന്നതാണ് പ്ലംബർ. അതിലേക്ക് സാലറി അറിയുന്നത് 1800 മുതൽ 2400 വരെയാണ് സാലറി അറിയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് HVAC ടെക്നീഷ്യൻസ് ആണ്. അതിലേക്ക് സാലറി അറിയുന്നത് 2000 മുതൽ 2500 വരെയാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. പിന്നെ അടുത്തത് വന്നിരിക്കുന്നതാണ് ചില്ലർ ടെക്നീഷ്യൻസ്. അതിലേക്ക് 3000 മുതൽ 3500 വരെയാണ് സാലറി അറിയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് AC ടെക്നീഷ്യൻസ് ആണ്. അതിലേക്ക് വന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 1800 മുതൽ 2400 വരെയാണ് സാലറി അറിയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് MEP ടെക്നീഷ്യൻസ് ആണ്. അതിലേക്ക് സാലറി അറിയുന്നത് 2000 മുതൽ 2500 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. പിന്നെ വന്നിരിക്കുന്നതാണ് ഫേർണിച്ചർ കാർപ്പൻ്റർ. അപ്പം അതിലേക്ക് വന്നിരിക്കുന്നത് ഫേർണിച്ചർ കാർപ്പൻ്റർ മെയിൻ്റനൻസ്. അതിലേക്ക് സാലറി അറിയുന്നത് 1600 മുതൽ 2500 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. പിന്നെ അടുത്തത് വന്നിരിക്കുന്നതാണ് HVAC ടെക്നീഷ്യൻസ്. അതിലേക്ക് സാലറി അറിയുന്നത് 2000 മുതൽ 2500 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി എന്ന് അറിയുന്നത്. പിന്നെ വന്നിരിക്കുന്നതാണ് ചില്ലർ ടെക്നീഷ്യൻസ്. അതിലേക്ക് വന്നിരിക്കുന്നത് 3000 മുതൽ 3500 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. പിന്നെ വന്നിരിക്കുന്നതാണ് AC ടെക്നീഷ്യൻസ്. അതിലേക്ക് 1800 മുതൽ 2400 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. പിന്നെ വന്നിരിക്കുന്നത് MEP ടെക്നീഷ്യൻസ് ആണ്. അതിലേക്ക് വന്നിരിക്കുന്ന സാലറി 2000 മുതൽ 2500 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് മേസൺ ആണ്. അതിലേക്ക് വന്നിരിക്കുന്നത് 1600 മുതൽ 2200 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സിവിൽ മൾട്ടി ടെക്നീഷ്യൻസ് ആണ്. അതിലേക്ക് 1400 മുതൽ 1800 ദർഹംസാണ് അതിലേക്ക് വന്നിരിക്കുന്ന സാലറി. പിന്നെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 11 ഹവേഴ്സ് ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടായിരിക്കുക. പിന്നെ പാസ്പോർട്ട് വാലിഡിറ്റി ഷുഡ് ബി 12 മന്ത്സ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 38 വയസ്സാണ്. 38 വയസ്സ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ഡിപ്ലോമയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷന്. പിന്നെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിനിമം 3+ years ഓഫ് UAE ഓർ ഖത്തർ എക്സ്പീരിയൻസ് ആണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നത് 3+ years ആണ് എക്സ്പീരിയൻസ്. കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ 8525044535. ഇതാണ് കോൺടാക്റ്റ് നമ്പർ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ വർക്കൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് CV അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്